വിശപ്പാണോ? ഒന്നും കേൾക്കാൻ നേരമില്ല കേട്ടോ പാവത്തിന്. വിശന്നിട്ട് വയ്യ. നല്ല വിശന്നാ മാത്രമേ വരുള്ളൂ, അല്ലാണ്ട് എന്നും വന്ന് ഇവിടെ ചോറ് നിൽക്കൊന്നുമില്ല. നല്ല വിശന്നാ വരും, ഇതങ്ങനെ നിർത്താണ്ട് അങ്ങ് തിന്നും. അത് വിശന്ന് കഴിഞ്ഞാൽ ഇവിടേക്ക് ചോദിച്ചിട്ട് വരും, ഓടി വരും കേട്ടോ പാവം. അപ്പം ഞാൻ ചോറും കൊടുക്കും, ഉണ്ടെങ്കിൽ ചോറ് കൊടുക്കും. അവൾക്ക് തിരിയൊന്നും കഴിച്ചാൽ പോരാ, നല്ല കഴിക്കണം. കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ ചെടുന്നനെ വിടും ചെയ്തു. ഇത് വാസുവിൻ്റെ ഭാര്യയാണ്, സ്വന്തം വാസുവിൻ്റെ ഭാര്യ. പക്ഷേ വാസു ഉണ്ടെങ്കിൽ അവൾ ഇവിടേക്ക് കയറി വരില്ല. കാരണം വാസു ചീത്ത പറയും. വാസു ഇല്ലാത്തത് കാരണം കൊണ്ട് അവൾ ഇങ്ങോട്ട് കയറി വരും. വാസു നല്ല പെട കൊടുക്കും ഇവിടേക്ക്. അപ്പം വാസു ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. വാസു ഉണ്ടെങ്കിൽ അവനെ വാസു ഇങ്ങോട്ട് കയറില്ല, വാസു വഴിയിലേ നിൽക്കുള്ളൂ, അവിടെ നിൽക്കുള്ളൂ. പക്ഷെ ഇന്ന് വാസു ഇല്ലാത്തതുകൊണ്ട് ഇവൾക്ക് വിശന്നിട്ട് വയ്യ, ചോറ് വന്നു. വാസുവിന് എന്താ പറഞ്ഞാൽ വാസു പ്രണയിക്കണവളാണല്ലോ ഇവള്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവരുമായിട്ട്, ഇവിടെ 2 ചെക്കന്മാരുള്ളത്, ഇവരുമായിട്ട് വല്ല കൊളാബറേഷൻ നടത്തി കഴിഞ്ഞാൽ വാസുവിന് അതൊന്നും ഇഷ്ടമല്ല. അവൻ്റെ ഭാര്യ എല്ലാവരുടെ കൂടെ ഒളിച്ച് പോണതൊന്നും ഇഷ്ടമല്ല. പക്ഷെ വാസു ഇല്ലാത്തത് കൊണ്ട് ഇന്നിപ്പോൾ ഇവൾ ഇവിടെ വന്നു. വാസു ഉണ്ടെങ്കിൽ അവൾ ഒരിക്കലും വരില്ല. കാരണം വാസുവിന് അത്രയും ബഹുമാനവും റെസ്പെക്റ്റും കൊടുക്കുന്ന ആളാണ് ഇവള്. വാസുവിൻ്റെ മക്കളാണ് ഇവളെ കൊല്ലം തോറും പ്രസവിക്കുക. വാസു അതുപോലെ കഷ്ടപ്പെട്ട് ഇവൾക്കുള്ള തീറ്റ, ഇറച്ചിയുടെ വേസ്റ്റൊക്കെ ദൂരെ പോയിട്ട് ഇളനാട് പോയിട്ട് ആയാലും കടിച്ചു കൊടുത്തിട്ട് ഇവൾക്ക് തിന്നാൻ കൊടുക്കും. അങ്ങനെ ഉള്ള ശരീരവും മനസ്സും നോക്കണതാണ് വാസു. പിന്നെ ഇവള് കാണാണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങോട്ട് കയറി വരുന്നതാണ്. അതാണ്, അത്രേ ഉള്ളൂ. ഓക്കെ.